ആദ്യമേ പറഞ്ഞേക്കാം, ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് പകലെപ്പോഴെങ്കിലും ഇടാമെന്ന് വിചാരിച്ച് ഇത്രയും നേരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നോമ്പ് തുറക്കാനുള്ളതെന്ന് നോക്കാം. ഉഴുന്നുവടയുണ്ട്, പൈനാപ്പിളുണ്ട്, തണ്ണിമത്തനുണ്ട്, വെള്ളമുണ്ട്, പിന്നെ എന്താ ടാങ്ക് കലക്കിയതുണ്ട്. ഒന്നും പോരാഞ്ഞിട്ട് ഇന്നലത്തെ ഷാർജേൻ്റെ ഒരു അല്പം ഇരിപ്പുണ്ട്. അത് ഞാൻ അടിച്ചിങ്ങനെ ഫ്രീസറിൽ കയറ്റിയതാണ്. അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല. കുറച്ച് ഡെക്കറേഷന് വേണ്ടി ബൂസ്റ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാത്തിരുന്നത് ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം നമ്മളിതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമാവേൻ്റെ 1ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം അവർ ഫംഗ്ഷനായിട്ട് നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ അയൽവക്കക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉള്ളൂ. മതിയല്ലോ, ഇത് തന്നെ ധാരാളമാണ്. അപ്പം ബാങ്കൊക്കെ കേട്ടു, നോമ്പൊക്കെ തുറന്നു. ആദ്യം മടമടാ വെള്ളം തന്നെയാണ് കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഉഴുന്നുവട ഉണ്ടായിരുന്നു, നല്ല മൊരിഞ്ഞ ചൂടൻ ഉഴുന്നുവടയായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ചാറും കൂട്ടി കഞ്ഞി കുടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഫുഡ് കഴിക്കാൻ പോകും, അതിൻ്റെ മീതെ കൂടെ വീണ്ടും എന്തിനാ ഇതൊക്കെ വലിച്ചു കയറ്റണമെന്ന് വിചാരിച്ച് ഒരു പൈനാപ്പിളും ഒരു തണ്ണിമത്തനും എടുത്ത് കഴിച്ച് ഫുഡ് കഴിപ്പം അങ്ങ് പകുതി വഴിയിൽ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷാർജയും കൂടെ കുടിച്ചു. അപ്പോൾ ഉമ്മ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ഉമ്മക്ക് തറാവിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഉമ്മ പെട്ടെന്ന് തന്നെ റിദാൻകുട്ടിനെ റെഡിയാക്കി എടുത്തു. ഉമ്മ വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ ഏതെങ്കിലും കുഞ്ഞു പിള്ളേരെ ബർത്ത്ഡേ വന്നാൽ കസേര മാത്രമേ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പോൾ പതിവ് തെറ്റിച്ചില്ല. അതുപോലെ ഉമ്മ കസേരയൊക്കെ മേൽക്കൊണ്ട് റിദാൻകുട്ടിനെയും കൊണ്ട് ദാ പോവുകയാണ്. അപ്പോൾ ഇക്കായ റംസാനും പള്ളിയിൽ പോയേക്കുവാണ്. അപ്പോൾ അവർ വരാതെ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാനും കാത്തിരുന്ന് എന്നെ കെട്ടിയവനെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇക്കായും റംസാൻ നമുക്ക് മുമ്പേ പോയിട്ടുണ്ടായിരുന്നു. നേരെ അങ്ങോട്ട് പോയത്. ഇതാണ് ബർത്ത്ഡേക്കാരി, ഇത് ഈ സുന്ദരിക്കുട്ടി. അപ്പം അവളും ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാ തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ ചെന്ന പാടെ ഗിഫ്റ്റൊക്കെ കൈ കൊടുത്തിട്ട് നേരെ ഒയിര വെച്ചാണ് ഫംഗ്ഷൻ, അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ കേക്ക് കട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞാൽ എന്നെ എന്തോ ഫുഡ് അടിയാണ്. അപ്പം ഞാനും ഒരു കഷ്ണം കേക്കൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അതൊക്കെ കണ്ടും കേട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല തമിഴ്നാടൻ ബിരിയാണി ആയിരുന്നു. നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ്. ഓൾറെഡി എല്ലാം കൂടെ കഴിച്ച് വയറ് വീത്തിരിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ പറ്റത്തില്ലായിരുന്നു. എന്നാലും അവനവനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഒരുവിധം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ നോമ്പ് മുറച്ച് ഈ സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുന്നത് രാത്രി ഉമ്മ തറാവി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു വിശപ്പൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 8 മണിക്ക് 8:30-ക്കുള്ളിലായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ വയറൊക്കെ വീത്ത് ഒരു പരുവായിട്ടുണ്ട്. ഇനി പോയി കിടക്കാം. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ.